ആലപ്പുഴ നഗരത്തിന് ജില്ലാ കോടതിപ്പാലം നൽകുന്ന തലവേദന ഒഴിയുന്നില്ല. പൊളിച്ച കോടതിപ്പാലത്തിന്റെ നിർമ്മാണം മന്ദഗതിയിൽ തുടരുന്നതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. ആ വാർത്തയിലേക്ക്. ജില്ലാ കോടതിപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ബദൽ പാതകളിലും പുന്നമടയിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്തു നിന്നും പഴയ പോലീസ് ഔട്ട്പോസ്റ്റിനടുത്ത് നിർമ്മിച്ച പാലത്തിലേക്ക് കയറുന്ന വഴികളിലുമുള്ള ഗതാഗതക്കുരുക്കിലാണ് യാത്രക്കാർ വലയുന്നത്. പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ കൈചൂണ്ടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നഗര ചത്തുരം തുറന്നു നൽകിയാണ് ഗതാഗതം ക്രമീകരിച്ചത്. ശവക്കോട്ടപ്പാലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ YMCAയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുല്ലയ്ക്കൽ വഴി KSRTC ബസ് സ്റ്റാൻഡിലേക്കും നേരെ ബിവറേജസിന് മുന്നിലൂടെ സ്റ്റാൻഡിലേക്ക് എത്തുന്ന രീതിയിലുമാണ്. YMCAയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കോടതിക്കടുത്തേക്ക് എത്തുന്ന ഇടുങ്ങിയ വഴിയിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ട്. എന്നാൽ ഈ വഴികളിലെല്ലാം സ്ഥിരമായി ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. YMCAയിൽ നിന്ന് കോടതി ഭാഗത്തേക്കുള്ള റോഡിൽ ഒരു വശം മാത്രമാണ് 4 ചക്ര വാഹനങ്ങൾക്ക് അനുവദിച്ചത്. എന്നാൽ പല സമയത്തും പ്രത്യേകിച്ച് പോലീസ് ഇല്ലാത്ത നേരങ്ങളിൽ 2 ഭാഗത്തു നിന്നും വാഹനങ്ങൾ കയറുന്നത് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു. YMCAയിൽ നിന്ന് ഇരുമ്പുപാലം ഭാഗത്തേക്ക് പോകുന്ന വഴിയിലും മുല്ലയ്ക്കൽ ഭാഗത്തും ഗതാഗത തടസ്സമുണ്ട്. സ്വകാര്യ ബസ്സുകൾ അനുവദിച്ച സ്റ്റോപ്പുകളിൽ അല്ലാതെ നിർത്തുന്നതും ഇതിന് കാരണമാകുന്നു. ജനറൽ ആശുപത്രി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് ഇരുമ്പുപാലം ജംഗ്ഷനിൽ സ്റ്റോപ്പുണ്ട്. ഇവിടേക്ക് 6 വഴികളിലൂടെ വാഹനങ്ങൾ എത്തുന്ന ഭാഗമാണ്. ബസ് നിർത്തിക്കഴിഞ്ഞാൽ തൊട്ടുപുറകിലുള്ള വാഹനങ്ങളെല്ലാം നിർത്തണം. ഇതും ഗതാഗതക്കുരുക്കിന് കാരണമാണ്. വാടക്കനാലിന്റെ കരയിൽ ബിവറേജസിന് മുന്നിലൂടെ പഴയ പോലീസ് ഔട്ട്പോസ്റ്റിലെത്തുന്ന വഴിയിലൂടെയുള്ള യാത്രയാണ് ഏറ്റവും ദുഷ്കരം. തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ ഭാഗത്തെ കുരുക്ക് ഏറെ രൂക്ഷമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.